കുറച്ച് മാറിയില്ല, ഞാൻ ഓർമ്മ എടുത്തിട്ട് ഇപ്പൊ മാറത്തില്ല, ഇപ്പൊ മാറാം സർ. അഞ്ജലി, ഇവൻ ഇത്രയും ഫോളോവേഴ്സ് ഉണ്ടോ? അവരവനെ വിടുന്ന ലക്ഷണമില്ല. നീ പോയി വാങ്ങിച്ചോണ്ട് വാ, പോയി വരൂ. ബോസ് നിങ്ങളെ നല്ലോണം ഹേർട്ട് ചെയ്യുന്നുണ്ടല്ലേ? അദ്ദേഹം പറയുന്നൊന്നും അത്ര വലുതായിട്ട് വിചാരിക്കണ്ട. അതൊക്കെ പോട്ടെ. നിങ്ങളോട് ഭയങ്കര മോശമായിട്ട് പെരുമാറുന്നു, ബാഡ് വേർഡ്സ് എല്ലാം ഉപയോഗിക്കുന്നു, പിന്നെങ്ങനെ അയാളുടെ കൂടെ ജോലി ചെയ്യുന്നേ? സർ, അതിനുവേണ്ടി റിസൈൻ ചെയ്തു പോയാൽ അവിടെയും ഇതുപോലെയുള്ള ആളുകൾ ഉണ്ടാവില്ലെന്ന് എന്താ ഗ്യാരണ്ടി സർ? ശരിയല്ലേ സർ? എന്റെ വീടിനടുത്ത് മുന്ന എന്ന പേരുള്ള ഒരു റൗഡിയുണ്ട്. അവനെ പ്രേമിച്ചില്ലെങ്കിൽ കൊന്നുകളയെന്ന് ഭീഷണിപ്പെടുത്തി. അതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് അച്ഛനല്ല സർ, ഞാനും എൻ്റെ അമ്മയും മാത്രം ഉള്ളത്. ഞാനും അമ്മയും കൂടി ഇരുന്ന് ആലോചിച്ച് അവിടെയുള്ള പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്തിട്ട് ഞങ്ങൾ ആ വീട് തന്നെ ഉപേക്ഷിച്ച് പോകുന്നു സർ. ഞങ്ങളെപ്പോലെ മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ളവർ ഇതുപോലുള്ള കാര്യങ്ങൾ സഹിച്ചേ പറ്റൂ സർ. ഞാൻ സംസാരിച്ച് ബോറടിപ്പിച്ചു അല്ലേ? സർ, നമുക്ക് പോവാം. വേണ്ട, ഇവിടെ പായും തലയണൊക്കെ കിട്ടുമെന്ന് ചോദിക്കേ. രാത്രി ഇവിടെ കിടന്നുറങ്ങിയിട്ട് കാലത്ത് എഴുന്നേറ്റ് പോവാന്നേ. വാ, വന്ന് ഡ്രൈവ് ചെയ്. നീ എവിടേക്കാ? പുറകെ ചെന്നിരി. നീ വാ. മുന്നിലിരിക്കുന്നവര് സീറ്റ് ബെൽറ്റ് ഇടണം. നിങ്ങളുടെ തല്ലിപ്പൊളി ഇന്ത്യൻ റോഡ്സിനും നിങ്ങളുടെ സ്പീഡിനും പാന്റ് ബെൽറ്റ് തന്നെ ധാരാളം, സീറ്റ് ബെൽറ്റ് വേണ്ട. അതൊക്കെ പോട്ടെ, കാസ്റ്റിങ്ങിനെ പറ്റി നമുക്ക് സംസാരിച്ചാലോ? നോട്ട് നൗ. എനിക്കിപ്പോ ഒരു മൂഡില്ല. ഞാനിപ്പോ വേറെ മൂഡില്ല. അഞ്ജലി, ടൈറ്റാനിക് സിനിമ എടുക്കുന്നതിന് മുൻപ് കെയ്ത്ത് എൻ്റെ ഓഫീസിൽ വന്നിരുന്നു. വളരെ ഇന്നസെന്റ് ആണ് അവൾ. യെസ്, നിന്നെ പോലെ തന്നെ. What's your salary? 40,000 sir. ഷേ, 40,000 എന്ത് കിട്ടാനാ? ഡു വൺ തിങ് അഞ്ജലി, എന്റെ ഹെഡ് ഓഫീസിൽ വന്ന് ജോയിൻ ചെയ്യൂ. 5 lakhs വാങ്ങിച്ചു തരാം. യു നോ വൺ സർപ്രൈസിങ് തിങ്, നമുക്കവിടെ ഒരു വില്ലയുണ്ട്. ആ വില്ലയിൽ നമ്മൾ 2 പേരും ഹാപ്പി ആയിട്ട് സമയം ചെലവഴിക്കാം. എന്നെ പോലെ നിനക്കും ഹെഡ് ആവാം. തെറ്റാവുന്നില്ലല്ലോ. മരിച്ചോ എന്തോ? അവനൊന്നും ഒരിക്കലും ചാവാൻ പോകുന്നില്ല, നമ്മളെ കൊല്ലുള്ളൂ. ഞാൻ സഡൻ ആയിട്ട് ബ്രേക്ക് ഇട്ടു. അയാൾ അറിഞ്ഞോണ്ടല്ലേ നിന്റെ തൊടയിൽ കൈവച്ചത്? അയ്യോ, ബോസിന് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ എന്റെ കാര്യം പോക്ക സർ. എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കാം. ഇയാളുടെ വൈകൃതങ്ങളൊക്കെ അവസാനിപ്പിച്ച് നല്ലൊരു മനുഷ്യനായി ഇയാൾ മാറണമെങ്കിൽ അയാൾ ഇവിടെ കിടക്കണം, ഈ റോട്ടില്. ഈ റോട്ടിലോ? ഡോണ്ട് വറി, അത് ഞാൻ നോക്കിക്കോളാം. ആദ്യം അയാളുടെ പോക്കറ്റിൽ നിന്ന് ഫോണും പേഴ്സും എടുക്കുക, ബാക്കി ഞാൻ ഏറ്റു. ആരെ കൊന്ന് വണ്ടി കൊണ്ടുവന്ന് ഇട്ടതാ. കണ്ടത് നന്നായി. ഇവിടെ ദേവസേന, ദേവസേന എവിടെയാ? ദേവസേന, ദേവസേന, മഹേഷ് മതി. ദിന്തരികടതോ. സംശയം വേണ്ട, ജീവിതം സുഖകരം.
എക്സ്ക്യൂസ് മീ സാർ. By the way, I am Gogo from Chicago. I am first software engineer from to Godavari district. കോടാലി അത് കോടാലി അല്ല സർദാറെ. To Godavari, West Godavari, East Godavari. I worked with Hollywood directors and I worked with Spielberg, Steve Jobs. ഏയ് ഇതർ ജോബ് നയ്യേ. I don't want job, man. You kindly give me your cell phone. I will talk to Anjali. Anjali, yeah. ഫോൺ താടോ, ഒരു ഫോൺ ചെയ്തിട്ട് തരാം. എടോ തും ഇതർ ആരേ? Anjali means Anjali is my friend. I want to talk to her. I don't have phone. I lost my dress, my phone and everything. I want mobile phone to talk Anjali. അതിവരെ പറഞ്ഞു മനസ്സിലാക്കിയേ. ഏ പാഗൽ ക്യാ ബോൾ റ ഭായി? कुछ पता नहीं चल रहा. അത് ശരി, ഇവനും ഒന്നും മനസ്സിലായില്ലേ? अरे छोटो एजुकेटेड पागल आ गए यारे. ए रोटी लाओ. चल रो भाई चल. എടോ താൻ പോടോ. തൂ ജാക്കോ ബൈറ്റ് റേ. क्या पागल आदमी है. ബ്രദർ, എന്റെ സെൽഫോൺ പോയതിൽ എനിക്ക് വിഷമമില്ല. എന്നെ ഒരു ബെഗറായി കൺഫേം ചെയ്ത് കളഞ്ഞല്ലോ. चलो भैया चल. ചലത്തെ. अरे छोटू पानी दे रे. अरे दीवानो मुझे पहचानो, कहाँ से आया मैं हूँ कौन. अरे दीवानो मुझे पहचानो. ഇദ്ദേഹത്തിന്റെ ഡ്രസ് എവിടെ? അതാ അവിടെ നോക്ക്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. നമ്മൾ കാർ എവിടെയെങ്കിലും നിർത്തിയിരുന്നോ? അതിന് നമ്മൾ ഇവിടെ നിർത്തിയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ആ ചുള്ളിക്കാട്ടിലോ ഇടവഴിയിലോ എവിടെയും നിർത്തിയില്ലേ? ചുള്ളിക്കാട്ടിൽ ഇടവഴിയിലോ? അതാടോ ആ എച്ചിലില്ല സർദാർ സിംഗ്. എന്താ സാറേ, എന്തായി പറഞ്ഞോണ്ടിരിക്കുന്നേ? സാർ എന്താ വല്ല സ്വപ്നം കണ്ടോ? സ്വപ്നോ? നിങ്ങളൊന്നും വിചാരിച്ചില്ലെങ്കിൽ ഒരിക്കൽ കൂടെ ചോദിച്ചോട്ടെ. ചോദിച്ചോളൂ. ഇടയ്ക്ക് വെച്ച് വണ്ടി എവിടെയും നിർത്തിയില്ലായിരുന്നോ? എവിടെയും നിർത്തിയില്ല സാറേ. കാറിൽ കയറിയതിനു ശേഷം കാസ്റ്റിങ്ങിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചത്. എല്ലാം ഓക്കെ ആയി. പക്ഷെ ദ്രൗപദിയുടെ കാര്യത്തിൽ പ്രോബ്ലമായി. എന്ത് പ്രോബ്ലം? ഞാൻ ഡെമി മോർ എന്ന് പറഞ്ഞപ്പോ സാറ് പറഞ്ഞ ദീപിക പതുകൊണ്ട് മതിയെന്ന്. നീ ഡെമി മോർ എന്ന് പറഞ്ഞോ? ഞാൻ ദീപിക പടുകോൻ എന്ന് പറഞ്ഞോ? സാറ് തീരുമാനിച്ച എനിക്ക് എതിർക്കാൻ പറ്റുമോ സാറേ? ശരിയാണ്. അഞ്ജലി, ഇവൻ പറയുന്നതൊക്കെ സത്യമാണോ? അതെ ചെറിയച്ച. ചെറിയച്ഛനോ? അതെ, വലത്തെ തള്ളവിരലുകൊണ്ട് എള്ളിത്തൊട്ട് ആ പിണ്ടത്തിന് മുകളിൽ സമർപ്പിക്കൂ. അതെ, അമ്മയ്ക്ക് ബലിതർപ്പണം ചെയ്യാൻ മറ്റാരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ആരുമില്ലെന്ന് എങ്ങനെ പറയാ? കല്യാണ പെണ്ണായി അഞ്ജലിയുണ്ട്, ചെറുക്കനായി ഞാനുണ്ട്. പിന്നെന്താ? ചെറുക്കനും പെണ്ണോ? ഒരുപാട് സമ്പാദിച്ചിട്ട് എന്താ കാര്യമുള്ളത്? ഇതുപോലുള്ള സമയങ്ങളിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ മക്കളില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാ? സാറിന്റെ കയ്യിലുള്ള കാശ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? മനുഷ്യനായി പിറന്ന സ്വന്തക്കാരും ഉണ്ടാവണം, ബന്ധുക്കളും ഉണ്ടാവണം. നമ്മൾ നല്ലവനാണെങ്കിൽ മാത്രമേ എല്ലാരും നമ്മുടെ കൂടെ ഉണ്ടാവൂ. വളരെ ശരിയാണ് മോനെ. വാ ഇവിടെ വന്നിരിക്കേ. അതെ, ഇന്ന് രാത്രി ശിവക്ഷേത്രത്തിൽ ഉറങ്ങുക. നല്ല സമാധാനം കിട്ടും. എന്നാ ആയിക്കോട്ടെ, നിങ്ങൾ ചെല്ല്. ആയിക്കോട്ടെ. ഞാൻ പോയി ശിവക്ഷേത്രത്തിൽ കിടക്കണം. നിങ്ങൾക്കാണെങ്കിലോ പാറി പറന്ന് നടക്കണം. ശരിയല്ലേ? ശരി സാർ. എന്നാ ഞാൻ ചെല്ലട്ടെ. ഈ ചിരി കണ്ടല്ലേ ഞാൻ തലകുത്തി വീണത്.